മുതൽ 6 ദിവസം നമ്മൾ ഒത്തുചേർന്ന് കൈവല്യോപനിഷത്തിനെ കുറിച്ച് വിചാരം ചെയ്യാമെന്നാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു സത്യാന്വേഷണത്തിൻ്റെ, അതുകൊണ്ട് തന്നെ സാധനയുടെ ഭാവത്തിലെടുത്ത് ശാസ്ത്രത്തിലേക്ക് അല്പം ഇറങ്ങിപ്പോവാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. പ്രധാനപ്പെട്ട 108 ഉപനിഷത്തുക്കളിലാണ് കൈവല്യോപനിഷത്ത് വരുന്നത്. ഉപനിഷത്തുക്കൾ ഓരോ വേദശാഖയ്ക്കും ഒന്നെന്ന തോതിൽ 1100 ചില്ലുവാൻ ഉണ്ടായിരുന്നു. 100 ചില്ലുവാൻ എന്ന് പറയാൻ കാരണം, ശാഖകളെക്കുറിച്ച് വേദങ്ങൾക്ക് മൊത്തം എത്ര ശാഖകൾ എന്നുള്ളതിനെക്കുറിച്ച് ഒരഭിപ്രായം നമുക്കില്ല. മുക്തികോപനിഷത്തിൻ്റെ അഭിപ്രായത്തിൽ 1180 ശാഖകളാണ് മൊത്തം 4 വേദങ്ങളിലുമായി ഉള്ളത്. എന്നാൽ വ്യാകരണത്തിൻ്റെ അഷ്ടാധ്യായിയുടെ മഹാഭാഷ്യം എഴുതിയ ഭാഷ്യകാരൻ പതഞ്ജലി മഹർഷി 1129 ശാഖകളാണ് മൊത്തം വേദങ്ങൾക്കെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 51 ശാഖകളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും 1100 ചൊല്ലുവാൻ എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതിൽ ഓരോ ശാഖയ്ക്കും ഒന്നെന്ന തോതിൽ ഉപനിഷത്തുക്കൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പ്രാമാണികമായിട്ടുള്ളത് 108 എണ്ണമാണ്. മുക്തികോപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, സർവോപനിഷദാം മധ്യേ സാരമഷ്ടോത്തരം ശതം എന്ന്. സർവോപനിഷദാം മധ്യേ, എല്ലാ ഉപനിഷത്തുക്കളുടെയും കൂട്ടത്തിൽ സാരഭൂതമായത് അഷ്ടോത്തരം ശതം, 108 എണ്ണമാണ്. ആ 108ൽപ്പെട്ട ഒരു ഉപനിഷത്താണ് കൈവല്യോപനിഷത്ത്. ഏതായാലും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കൂട്ടത്തിൽ വളരെ വിസ്തൃതമായി അതുപോലെ ആഴത്തിൽ ഉപനിഷത്തുക്കളെ പഠിച്ചവരുണ്ടാവും, അത്ര പരിചയപ്പെടാത്തവരും കണ്ടേക്കും. അതുകൊണ്ടൊരു പഠനാരംഭത്തിൽ പരിചയം നിർബന്ധമാണ് എന്നതുകൊണ്ട് അല്പം പരിചയം പറയാം, അല്പമാത്രം. കൂടുതൽ ആവശ്യമുള്ളവർ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് വിസ്തരിച്ച് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഏകപക്ഷീയമായൊരു പ്രസംഗം കേട്ടിരിക്കലല്ല, അങ്ങനെ ആവരുത്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ച് അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയുമ്പോൾ കൂടുതൽ സാധ്യതകൾ വരും. അങ്ങനെ നമുക്ക് ആഴത്തിലേക്ക് പോകണം. ധർമ്മത്തിൻ്റെ അടിസ്ഥാനം, മൂലം വേദം. വേദമാണ് സനാതനധർമ്മമൂലം. അതിൽ യാതൊരു സന്ദേഹവും ആർക്കും ആവശ്യമില്ല. എന്നുവെച്ചാൽ വേദം മാത്രമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസിതങ്ങളായ ഒട്ടനവധി ഉപദേശ വിഭാഗങ്ങളുണ്ട്.
തന്ത്രശാസ്ത്രങ്ങളുണ്ട്, മന്ത്രശാസ്ത്രങ്ങളുണ്ട്, ഒട്ടനവധി. ഇനി വേദത്തിൽ അധിഷ്ഠിതമായി ഉള്ള ചിന്താപദ്ധതിയെ വിപുലീകരിച്ച അനേക ഗ്രന്ഥരാശികളുണ്ട്. അതിനെയൊക്കെ ആദരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും വേദമാണ് ധർമ്മമൂലമെന്ന്. മനു തൻ്റെ സ്മൃതിയിൽ വേദോഖിലോ ധർമ്മമൂലം എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ധർമ്മത്തിൻ്റെ പ്രമാണങ്ങളിൽ ആദ്യം പറയുന്നത് വേദത്തെയാണ്. എന്താണ് വേദം? വേദം അറിവാണ്. വേദം അറിവാണ്. വേദശബ്ദത്തിന് വിവിധ അർത്ഥങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ, വിത് ജ്ഞാനേ എന്ന് ധാതുണ്ട്, വിത് ലാഭേ എന്ന് ധാതുണ്ട്, വിത് വിചാരണേ എന്ന ധാതുണ്ട്, വിത് സത്തായാം എന്ന് ധാതുണ്ട്. ഈ ധാതുക്കളിൽ നിന്നൊക്കെ വേദശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ലാഭമെന്നർത്ഥം വരും, ജ്ഞാനമെന്നർത്ഥം വരും, അസ്തിത്വമെന്നർത്ഥം വരും, വിചാരമെന്നർത്ഥം വരും. ഇതൊക്കെ വേദശബ്ദത്തിൻ്റെ വിവിധ അർത്ഥങ്ങളാണ്. അവയിൽ ഏറ്റവും പ്രധാനമായും എല്ലാ വിദ്വാൻമാരാലും അംഗീകരിക്കപ്പെട്ടും നിലകൊള്ളുന്നത് ജ്ഞാനം എന്നുള്ള അർത്ഥമാണ്. അറിവ്. അറിവാണ് വേദം. അപ്പം അവിടെ ഒരു ചോദ്യം വരാം, എന്തറിവ്? അറിവെന്ന് മാത്രം പറയുമ്പോൾ വരുന്ന ചോദ്യം, എന്തറിവാണ് വേദം? അതിന് മറുപടി പരമമായ അറിവ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നമ്മളൊക്കെ മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യൻ്റെ സവിശേഷത ഒരു സംശയമില്ലാതെ പറയാം, അനന്ത വികാസ സാധ്യതയോടുകൂടിയ ബുദ്ധിയാണ്. മറ്റ് ജീവരാശികൾക്കുള്ള ശരീര, ഇന്ദ്രിയ, പ്രാണാദി ശക്തികളൊക്കെ മനുഷ്യനുമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ സവിശേഷത അവൻ്റെ പേരിൽ അടങ്ങിയത് തന്നെയാണ്. മനു അവബോധനേ. ഈ ധാതുവിൽ നിന്നാണ് മനുഷ്യൻ, മാനവൻ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മനു അവബോധനേ. മനുഷ്യൻ, മാനവൻ, അതിനല്ലേ ഇംഗ്ലീഷിൽ മാൻ, ഒരു പ്രിഫിക്സ് ചേർത്താൽ വുമൻ, ഒക്കെ അത് തന്നെയാണ്. അവബോധന സാമർഥ്യത്തോടു കൂടിയവൻ, അറിയാനുള്ള കഴിവോട് കൂടിയവൻ, അതാണ് മനുഷ്യൻ്റെ സവിശേഷത. അപ്പോൾ ചോദ്യം, എല്ലാ ജന്തുക്കൾക്കും അറിയാനുള്ള കഴിവില്ലേ? ഉണ്ട്. മനുഷ്യന് മാത്രമൊന്നുമല്ല. നമ്മളെക്കാൾ സൂക്ഷ്മമായി അറിയാൻ കഴിവുള്ള പല ജന്തുക്കളും ഉണ്ട്. അത്ഭുതം തോന്നും ചിലപ്പോൾ ഈ പ്രാകൃതിക ദുരന്തങ്ങൾ വരുമ്പോൾ. അത് ഭൂമികുലുക്കമോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ അങ്ങനെയുള്ള പ്രാകൃതിക ദുരിതങ്ങൾ വരുമ്പോൾ വളരെ സമർത്ഥമായി അവയെ തിരിച്ചറിയുന്ന ഒരുപാട് ജന്തുക്കളുടെ ജീവിതം, മനുഷ്യൻ്റെ ഇടപെടലില്ലാത്ത സമയത്ത് അങ്ങനെയുള്ള ദുരിതങ്ങളിൽ മരണപ്പെടുന്ന ജന്തുക്കൾ വളരെ കുറവാണ്. മനുഷ്യൻ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ശരി, അവർ ചത്തുപോകും, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടും. പല സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങളും ഭൂമികുലുക്കളും ഉണ്ടാവുന്നതിൻ്റെ തലേന്ന് തന്നെ മൃഗങ്ങളൊക്കെ സ്ഥലം വിടുന്നത് കാണാം. ഇനി ഓരോ ഇന്ദ്രിയത്തിൻ്റെ ശക്തി നോക്കിക്കഴിഞ്ഞാൽ
മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ശക്തിയാണ് പല ജീവരാശിക്കും ഉള്ളത്. നമ്മൾ നിസ്സാരമെന്ന് കണക്കാക്കുന്ന ജന്തുക്കൾക്ക് പോലും. ഒരു ഏകകോശ ജീവിയുടെ പോലും ശരീരഘടന എത്രയോ സങ്കീർണമാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്താണ് മനുഷ്യൻ്റെ സവിശേഷത? അതാണ് ആ പേര് തന്നെ, മനു അവബോധനേ, അവബോധന സാമർഥ്യം. അതായത് തിരിച്ചറിവ് എല്ലാത്തിനും ഉണ്ട്, എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്. എന്നാൽ കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താനുള്ള വിശേഷ ബുദ്ധി. അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ ബ്രഹ്മാവലോകധിഷണ എന്നൊറ്റ പദം കൊണ്ട് മനുഷ്യൻ്റെ സവിശേഷത വർണ്ണിച്ചിട്ടുള്ളത്. ബ്രഹ്മാവലോകധിഷണ, സർവകാരണത്തെ കണ്ടെത്താനുള്ള ധിഷണ. അപ്പം കാര്യത്തെ കണ്ടെത്താൻ എല്ലാവർക്കും കഴിയും. പക്ഷേ കാര്യത്തിലൂടെ കാരണത്തെ, അങ്ങനെ സർവകാരണത്തെ കണ്ടെത്താനുള്ള വിശേഷ ബുദ്ധി, ഇതാണ് മനുഷ്യൻ്റെ സവിശേഷത. ഈയൊരു വിശേഷ ബുദ്ധിയോടുകൂടി എന്ന് മനുഷ്യൻ ജനിച്ചിട്ടുണ്ടോ അന്ന് മുതൽ ഈ പ്രപഞ്ചം മുഴുവൻ വലിയൊരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത്. എന്താണിത്? തീർത്തും വിഭിന്നങ്ങളായ ഘടകങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചം എന്ത് എന്നല്ല, അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥ ഞാനിവിടെ കാണുന്നുണ്ട്. ഒരണു കണത്തിലേക്ക് ശ്രദ്ധിച്ചാലും മൊത്തം ബ്രഹ്മാണ്ടത്തിലേക്ക് ശ്രദ്ധിച്ചാലും അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുന്ന മനുഷ്യന്. എങ്കിൽ എന്താണ് അത്? ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? പിന്നെ നിരീക്ഷിക്കുന്ന ഞാൻ മറ്റൊന്നുകൂടി മനസ്സിലാക്കുന്നു, ഏതൊരു കാര്യമുണ്ടെങ്കിലും കാരണം ഉണ്ടാവണം. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. ലോകത്തിൽ ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ ആകസ്മികം എന്നൊന്നില്ല. നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കിയേ മതിയാവും. വേദാന്തത്തിൻ്റെ നിഗൂഢ താല്പര്യങ്ങളിലേക്കൊന്നും എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജീവിതത്തിൽ എപ്പോഴും സമചിത്തതയോടുകൂടി ജീവിക്കാൻ, ചുരുങ്ങിയത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കാനെങ്കിലും ഇത് മനസ്സിലാക്കണം. കാര്യമുണ്ടോ കാരണം ഉണ്ടാവും, കാരണമില്ലാത്ത കാര്യം ഉണ്ടാവില്ല. ഇത് നമുക്കൊരിക്കലും തള്ളാൻ പറ്റാത്തൊരു നിയമമാണ്. ഈ നിയമത്തെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ശാസ്ത്രം ഉണ്ടാവില്ല, തത്വചിന്ത ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ച മഹാപ്രതിഭാസത്തിൻ്റെ മുഴുവൻ കാരണം എന്താണ്? എന്താണ് കാരണം? സർവോപരി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഞാൻ ആരാണ്? ആര് ഞാൻ? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എനിക്ക് പ്രാപിക്കാൻ കഴിയും? ഇങ്ങനെ വിശദമായി പറഞ്ഞാൽ പറഞ്ഞു തീരാത്തത്ര വിപുലങ്ങളായ മേഖലകളിൽ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ അങ്കുരിക്കുകയാണ്. പ്രധാനമായി നമുക്കിവയെ 3 ശീർഷകത്തിൽ തിരിക്കാം. 1 ജഗത്ത്, 2 ഈശ്വരൻ, 3 ഞാൻ ജീവൻ. അപ്പം ജഗത്തെന്നുള്ളതിൽ തന്നെ എന്താണ് ജഗത്ത്? ഇതെവിടുന്നാണ് ഇതിൻ്റെ ഉദ്ഭവം? ഇതിൻ്റെ നിയാമകൻ ആരാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈശ്വരനിലേക്ക് എത്തിച്ചേരും. ഇപ്രകാരം ചിന്തിക്കുന്ന ഞാൻ ആര് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്താണ് എന്നിത്യാദി എല്ലാം വരും. നമ്മളിലൊക്കെ തന്നെ ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഈ ഒരു ചോദ്യം
വന്നേ മതിയാവൂ, വരണം. പലപ്പോഴും നമ്മൾ ഇത്തരം ചോദ്യങ്ങളെയൊക്കെ മാറ്റി വയ്ക്കുക പതിവ്. അതെ, ചിലപ്പോൾ ചെറുപ്പത്തിലെ അമ്മ അഥവാ അച്ഛൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും ഈ ചോദ്യമൊക്കെ മാറ്റി വയ്ക്കാൻ, അല്ലേ? ഓർമ്മിച്ച് നോക്കൂ, ചെറിയ കുട്ടിയായപ്പോൾ എങ്ങനെയാണ് കാറ്റ് വീശണത്, എങ്ങനെയാണ് സൂര്യൻ ഉദിക്കണത്, എങ്ങനെയാണ് കിളി പാട്ട് പാടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ മര്യാദയ്ക്ക് നോക്കി നടന്നാൽ അല്ലെങ്കിൽ കാല് വെച്ച് കുത്തും ആ സത്ത്. നീ ചിന്തിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ നടന്നോളും എന്ന് പറഞ്ഞ് നമ്മളിലെ തത്വജിജ്ഞാസുവെ ചെറുപ്പത്തിലെ നുള്ളിക്കളഞ്ഞവർക്കാണ് നമ്മൾ രക്ഷിതാക്കളെന്ന് പലപ്പോഴും പറയുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പല പ്രായോഗികതകളുടെ പേരിൽ നമ്മൾ ഈ ചോദ്യം ചെയ്യലുകളെ മാറ്റിവെച്ചു. ചോദ്യം ചെയ്യൽ മാറ്റാൻ നമ്മൾ ഒട്ടിച്ചൊരു ലേബലാണ് പ്രായോഗികത. അതെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. ശ്രദ്ധിച്ചോളൂ, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഇപ്പോൾ രാവിലെ 7 മണിക്ക് നമ്മൾ നിശ്ചയിച്ചു. ഒരു ദിവസം വരുന്നതിന് വീട്ടിലാർക്കും വിരോധം ഉണ്ടാവില്ല. രണ്ടാമത്തെ ദിവസം പുറപ്പെടുമ്പോൾ എങ്ങോട്ടാണ് പോണത്? ഞാൻ ആശ്രമത്തിൽ പോകുന്നതിനാണ്. ഇങ്ങനെ ഉപനിഷത്തുണ്ട്, കുറച്ച് പ്രാക്ടിക്കലാവുന്നേ. അതൊക്കെ മറ്റെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വൈകുന്നേരം സമയമുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ പോയിട്ട് ഒരു ഉല്ലാസമായി കേട്ടിരുന്ന് പോരാമെന്നല്ലാതെ കുറച്ച് പ്രാക്ടിക്കലാവണ്ടേ? എന്താ അത്, അല്ലേ? അഥവാ രണ്ടാമത്തെ ദിവസം ആ ചോദ്യം ഇല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം വരും, 3 ഇല്ലെങ്കിൽ 4 എന്തായാലും വരും, ഉറപ്പ്. അതെ, ലോക സ്വഭാവമാണത്. ഇങ്ങനെ പല പ്രായോഗികതകളുടെ പേര് പറഞ്ഞ് നമ്മൾ ജിജ്ഞാസകളെ മാറ്റിവെച്ചു. എന്നാൽ തൻ്റെ ജീവിതം ഈ സത്യസാക്ഷാത്കാരത്തിന് മാത്രമാണ്, ഈ അന്വേഷണമാണ്, ഈ കണ്ടെത്തലാണ് എന്ന് ഉറച്ചു ധരിച്ചവർ, അവർ നീക്കുപോക്കിന് തയ്യാറല്ലായിരുന്നു. അവരെ സംബന്ധിച്ച് തൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതാണ് ജീവിതത്തിൻ്റെ പ്രായോഗികത. മറ്റത് പട്ടിയും പൂച്ചയും കാക്കയും കോഴിക്കും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഈ തിരിച്ചറിവോടുകൂടി ജീവിതത്തെ സമർപ്പിച്ചവർ അതിനിശിതങ്ങളായ അന്വേഷണങ്ങളിലൂടെ, തീവ്രങ്ങളായ തപശ്ചര്യകളിലൂടെ സത്യസാക്ഷാത്കാര സമ്പന്നരാവുകയും അപാരമായ ലോകകൃപ ഒന്ന് മാത്രം കൊണ്ട് തങ്ങളുടേതായ അറിവിനെ ലോകത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഋഷീശ്വരന്മാരാൽ ദർശിക്കപ്പെട്ട പോരാ, അവരാൽ ഉപദേശിക്കപ്പെട്ട, കൈമാറപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ച സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകുന്ന ജ്ഞാനമാണ് വേദം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിപുലമായി വേദത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പോകുന്നില്ല, അപ്പം നമുക്ക് നമ്മുടെ ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വേദം സ്വാനുഭൂതി സമ്പന്നന്മാരായ, സംശയം നീങ്ങിയവരായ ഗുരുനാഥന്മാർ, ഋഷിമാർ ലോകത്തിന് ഉപദേശിച്ചു. പരമ്പരയെ അത് നമ്മളിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ആത്യന്തികമായ ജന്മലക്ഷ്യത്തിലേക്ക്, പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക്, അഥവാ സമ്പൂർണമായ ദുഃഖനിവൃത്തിയിലേക്ക് ഒക്കെ ഒന്ന് തന്നെയാണ്, ഉയർത്തുന്നതിന് എല്ലാവർക്കും ഒരേപോലെ ഒരേ സമയത്ത് ഉപദേശം കൊടുക്കാൻ കഴിയില്ല. മനുഷ്യനെ ക്രമികമായി അവൻ ഇരിക്കുന്ന പ്രതലത്തിൽ നിന്ന് ഉയർത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രാഥമികമായി മനസ്സിൻ്റെ ഒരടക്കവും ബുദ്ധിയുടെ ഏകാഗ്രതയും ശുദ്ധിയും ഒക്കെ നേടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ സൂക്ഷ്മ തത്വവിചാരത്തിലേക്ക്
പ്രവേശിപ്പിക്കാൻ സാധിക്കും. സൂക്ഷ്മ തത്വവിചാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള അർഹത, അധികാരം നേടിയാൽ മാത്രമേ നിഗൂഢങ്ങളായ തലങ്ങളിലേക്കൊരു സാധകനെ നയിക്കാൻ പറ്റൂ. ഇതിനനുസരിച്ചാണ് വേദത്തിൻ്റെ ഉപദേശക്രമം. അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ വിവിധ കർമ്മങ്ങളെക്കുറിച്ച് ഉപദേശിച്ചു. ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള അധിഷ്ഠാതൃ ദേവതകളെക്കുറിച്ച് ഉപദേശിച്ചു. ആ ദേവതകളെ എങ്ങനെ യജ്ഞം കൊണ്ട് സന്തുഷ്ടരാക്കണം എന്നുപദേശിച്ചു. അങ്ങനെ ക്രമമായൊരു ഉപദേശ പദ്ധതിയിലൂടെ കടന്നു വന്ന് സൂക്ഷ്മ തത്വഗ്രഹണത്തിന് സാമർഥ്യം കൈവരിക്കുന്നതിനനുസരിച്ചാണ് സൂക്ഷ്മ ഉപദേശങ്ങളെ ഋഷിമാർ ചെയ്തത്. അത് നമ്മൾ ഓർമ്മിക്കണം. ആ ക്രമത്തിൽ വേദത്തെ നമുക്ക് ആരംഭത്തിൽ കർമ്മകാണ്ഡവും പിന്നീട് ജ്ഞാനകാണ്ഡവും എന്ന നിലയ്ക്ക് സമീപിക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് നമ്മളോട് പല ആചാര്യന്മാരും കാണ്ഡദ്വയാത്മക, 2 കാണ്ഡങ്ങളോട് കൂടിയതാണ് വേദം എന്ന് പറയുക. ഇതിൽ മനുഷ്യനെ സംസ്കരിക്കുന്നതിനുള്ള കർമ്മങ്ങളും ഉപാസനകളുമെല്ലാം ആരംഭത്തിൽ നമ്മൾ പരിഗണിച്ചാൽ അതിസൂക്ഷ്മ തത്വവിചാരം എന്നുള്ളതാണ് രണ്ടാമത് ജ്ഞാനകാണ്ഡത്തിൻ്റെ വിഷയം. ജ്ഞാനകാണ്ഡത്തിന് പറയുന്ന മറ്റൊരു പേരാണ് വേദാന്തം. വേദത്തിൻ്റെ അറിവിൻ്റെ അന്തം, അറ്റം എന്നർത്ഥം. വേദാന്ത ശബ്ദത്തിന് ചില ആചാര്യന്മാർ അഥവാ ചില ഇടങ്ങളിൽ വേദത്തിൻ്റെ അന്തഃ, മധ്യം എന്നും അർത്ഥം പറയും. സാരം എന്നർത്ഥം, കാമ്പ്. അതും ശരിയാണ്. എങ്കിലും പ്രസിദ്ധമായത് വേദാന്തം എന്നുള്ള, വേദത്തിൻ്റെ അന്തം, അറിവിൻ്റെ അറ്റം എന്നുള്ള പദമാണ്. വേദത്തിൻ്റെ അറ്റം എന്ന് പറയുമ്പോൾ എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണത്. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതി. അല്ലയോ ഭഗവാനെ, എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും. വാസ്തവത്തിൽ അതാണ് വേദാന്തം, വേദത്തിൻ്റെ അറിവിൻ്റെ അറ്റം. അതെങ്ങനെയാ വേദാന്തം എന്ന് പറയുന്നത്? കാരണം നമുക്കറിയാം, ഏതൊരു മേഖലയിലും അറിയുന്തോറും കൂടുതൽ അറിയേണ്ടതായിട്ടായിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ തന്നെ ഈ ജന്മത്തിൽ, ഈ ജീവിതത്തിൽ മധ്യപ്രായം എത്തിയവരും മധ്യപ്രായം കഴിഞ്ഞവരുമാണ് എല്ലാവരും. അല്ലെങ്കിൽ മധ്യപ്രായത്തോട് അടുക്കുന്നവരും ഉണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വിഷമാവും, ഞങ്ങളൊക്കെ മധ്യപ്രായം എത്തിയെന്ന്. 1-2 പേരെങ്കിലും അങ്ങനെയുള്ളവരുണ്ട്. നമ്മളെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിക്കുന്ന കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും അറിയാത്ത കോഴ്സുകളാണ് ഇപ്പം കുട്ടികൾക്കുള്ളത്, അല്ലേ? ഇപ്പോൾ ഉള്ള കുട്ടികൾക്കുള്ള കോഴ്സുകളുടെ വല്ലതും നമുക്കറിയോ? സത്യം പറഞ്ഞാൽ അറിയില്ല. അന്നാകെ കൂടി അറിയാം, ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിയിൽ ഒരു BA, BSc, BCom അത്രയേ അറിയുള്ളൂ. കയറി വന്നാൽ BScയിൽ ഒരു 2-3 സ്പെഷ്യലൈസേഷൻ്റെ പേരറിയാമായിരുന്നു. അതിൽ കൂടുതലൊന്നും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇന്നോ 10,000 കോഴ്സുകളുണ്ട്. അന്നിപ്പോൾ നമ്മൾ ചികിത്സകന്മാരെ അടുത്ത് പോയി കഴിഞ്ഞാൽ
ഏറി വന്ന ഒരു MD MS അത്രയേ ഉള്ളൂ, രണ്ടൊക്കെ നമുക്കറിയുള്ളൂ. പിന്നെ MS-ൻ്റെ കുറച്ച് ഉയർന്ന ഇതൊക്കെ ഉണ്ടാവും എന്നല്ലാതെ പലതും നമുക്കറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ എന്തൊക്കെ വിഭാഗത്തിലാണ്. താത്പര്യം ഏത് മേഖലയിലും അറിയുന്തോറും കൂടുതൽ കൂടുതൽ അറിയേണ്ടതായിട്ടിരിക്കുന്നു. ആ കൂടുതൽ അറിയുന്നതിനായിക്കൊണ്ട് സ്പെഷ്യലൈസേഷൻ, ആ മാർഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പുതിയ 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 വൈജ്ഞാനിക ശാഖകൾ ഉരുത്തിരിയുന്നു. അപ്പോൾ ഒരിക്കലും അറിവിനറ്റുണ്ടാവില്ല, അറിയുന്തോറും അറിയേണ്ടതായിട്ടായിരിക്കണത്. എന്നാൽ വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അറ്റമാണ്. അതെങ്ങനെ ശരിയാവും? ഇവിടെ രണ്ട് രീതിയിൽ മറുപടി മനസ്സിലാക്കുക. ഒന്ന്, അറിയപ്പെടുന്ന വസ്തുജാലങ്ങളെക്കുറിച്ച് നമ്മൾ എത്ര അറിയുന്നോ അത്രയും അത് വികസിച്ച് പോകും. എന്നാൽ അവയെ മുഴുവൻ അറിയുന്ന താനോ, താൻ ഏകനാണ്. തന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ അറ്റമാണ്. അറിയപ്പെടുന്നതിനെക്കുറിച്ചുള്ള അറിവ് വിഭിന്നമാണ്. അറിയുന്നവനെക്കുറിച്ചുള്ള അറിവ് ഏകമാണ്. ഈ അർത്ഥത്തിൽ വേദാന്തം എന്ന് പറയാം. ഇനി മറ്റൊരു തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ പദാർത്ഥങ്ങളുടെ വൈവിധ്യങ്ങളെക്കുറിച്ച് എത്ര അറിയുന്നു അതിനറ്റം ഇല്ലാണ്ട് പോവും. എന്നാൽ ഈ വൈവിധ്യങ്ങളെല്ലാം നിലകൊള്ളുന്നത് ഉണ്മയിലാണ്, അസ്തിത്വത്തിലാണ്. ആ അസ്തിത്വം പലതല്ല. അതൊക്കെ വളരെ ചർച്ചാ വിഷയങ്ങളാണ്. യഥാസമയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുമാണ്. ഇത്രമാത്രം പറയട്ടെ, അസ്തിത്വം പലതല്ല, ഏകമാണ്. എന്തിലൂടെ ഈ അസ്തിത്വം പ്രകടമാകുന്നുണ്ടോ അത് വിഭിന്നങ്ങളാണ്. അതുണ്ട്, ഇതുണ്ട്, ഞാനുണ്ട്, നീയുണ്ട്, വിഷ്ണുവുണ്ട്, കൃമിയുണ്ട് എന്ന് പറയുമ്പോൾ തീർത്തും വിഭിന്നങ്ങളായ പലതിനെ സംബന്ധിച്ച് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നിടത്തെല്ലാം ഉണ്മ ഏകമാണ്. ഈ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന, ഉണ്മയെ സംബന്ധിക്കുന്ന അറിവിൻ്റെ അറ്റമാണ്. ഈ അർത്ഥത്തിലാണ് വേദാന്ത ശബ്ദം പ്രയോഗിച്ചിട്ടുള്ളത്, ഈ രണ്ടർത്ഥങ്ങളിൽ. ഇപ്പം ജ്ഞാനകാന്ഡം അതുതന്നെയാണ് വേദാന്തം. വേദാന്തത്തിന് മറ്റൊരു പ്രസിദ്ധമായ പേര് ഉപനിഷത്ത് എന്നാണ്. ഇപ്പം ജ്ഞാനകാന്ഡം തന്നെയാണ് വേദാന്തം, വേദാന്തം തന്നെയാണ് ഉപനിഷത്ത്.